യേശു കർത്താവിൻ നാമത്തിൽ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. I greet everyone in the name of Jesus Christ. അടുത്ത 3 മാസങ്ങൾ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ദൈവസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണാണ്. The coming 3 months, that is August, September and October, it is a special season for the church. Amen. Amen. ഞാൻ നമ്മുടെ സഭയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയെക്കുറിച്ച് പറയുകയാണ്. I'm not talking only about this church here in Trivandrum, but I'm talking about the church of God. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന കർത്താവിൻ്റെ സഭയ്ക്ക് ഈ വരുന്ന 3 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സീസണാണ്. The 3 coming months is a great season for the whole church of God which is present on this earth. Amen. Amen. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി സഭയിൽ ആരംഭിക്കുന്ന ഒരു സീസണാണ് ഈ വരാൻ പോകുന്ന 3 മാസം. The 3 coming months is a season where God's work is going to begin. എൻ്റെ മാത്രം ബോധ്യമല്ല, ഇൻ്റർനാഷണലി ഉള്ള പല അഭിഷിക്തന്മാർക്കുമുള്ള ബോധ്യമാണ് ഈ വരുന്ന 3 മാസങ്ങൾ ദൈവം തൻ്റെ സഭയെ സന്ദർശിക്കുന്നതിൻ്റെ തുടക്കമാണ്. This is not just a personal conviction, but a conviction held by all the international servants of God, that this season is the beginning of God visiting His church. Amen. Amen. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കകത്തുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയിൽ ജാഗരിക്കേണ്ട ആവശ്യമുണ്ട്. And because we have now received this conviction, we need to continue in prayer with more earnestness. Hallelujah. 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 ചിലപ്പോൾ നമ്മുടെ ചെയറുകളൊക്കെ ഒഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങളിൽ പലർക്കെങ്കിലും ചോദ്യമുണ്ടാകാം, എന്താണ് നമ്മുടെ ചെയറൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നത്? Maybe we might have questions when we see that our chairs are empty. Why it is empty? നമ്മൾ കർത്താവിൻ്റെ നിയോഗപ്രകാരം അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അതാ സ്ഥലങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. According to the purpose of God, we have already sent a lot of missionaries into different parts. Amen. 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 നമ്മുടെ കുറേ ചെയർ ഇവിടെ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. And now most of our chairs are stacked up. എന്നാൽ അതെല്ലാം നിറയ്ക്കുവാൻ ദൈവം ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. But God is going to bring many people inside that will fill this hole. Amen. Amen. നമ്മുടെ ദൗത്യം, നമ്മൾ ഒരു സെൻഡിങ് ചർച്ചാണ്, അയച്ചുകൊണ്ടിരിക്കുന്ന സഭയാണ്. Our purpose as a church is to send people. We are a sending church. Hallelujah. 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 ഞാൻ പണ്ട് തൊട്ടേ പറയാറുണ്ട്, ഒരു 3 വർഷം കഴിയുമ്പോൾ ഒരു സഭയ്ക്കകത്തിരുന്ന്, ഈ സഭയ്ക്കകത്തിരുന്ന് 3 വർഷം ആകുമ്പോൾ നിങ്ങൾ ബലപ്പെട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം. I used to say long time back that everyone who's seated here within 3 years should be strengthened and should go out. Hallelujah. Hallelujah. ദൈവം പുതിയ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. God will bring new people inside. എന്നാൽ ഈ ഒരു സീസണിൽ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. But now in this season we are only spending time for prayer. എന്നെ അനേകർ മീറ്റിംഗ് നടത്താൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഡെലിവറൻസ് ക്ലിനിക്കിന് വേണ്ടിയും, 5-fold മിനിസ്ട്രിക്ക് വേണ്ടിയും, മാരേജ് വർക്ക്ഷോപ്പിന് വേണ്ടിയൊക്കെ എന്നെ അനേകർ വിളിക്കുന്നുണ്ട്. Many people are inviting me to conduct meetings, deliverance clinics and marriage workshops and 5-fold ministries. അമേരിക്കയിലും കാനഡയിലൊക്കെ പോകാൻ എനിക്കിപ്പോൾ ഒത്തിരി ചാൻസ് ഉണ്ട്. I have many opportunities to go to the west. അമേരിക്ക ആൻഡ് കാനഡ. Both America and Canada. പക്ഷെ ദൈവം എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. But the Lord has made me sit here. ആ ദൈവത്തിൽ നിന്നും ആ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വസ്ഥമായിരിക്കുന്നത്. And because we have the conviction from the Lord, we are here at rest. Amen. Amen. ചിലപ്പോൾ നമ്മൾ സ്വസ്ഥത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. Perhaps we might have chances that we lose our rest. അപ്പോൾ ഒരു പാട്ട് വരും, എൻ മനമേ സ്വസ്ഥമായിരിക്കുക. That time the song comes, my soul be at rest. എൻ മനമേ സ്വസ്ഥമായിരിക്കുക. My soul be at rest. Hallelujah. 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 നമ്മൾ സ്വസ്ഥമായിരിക്കുകയാണ്. We are at rest. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ ഇറങ്ങി വന്നിരിക്കും. The work of the Lord will come down upon us. എനിക്കതിൻ്റെ സമയം എനിക്കറിയത്തില്ല. I do not know the time. പക്ഷെ അത് വന്നിരിക്കും. But it will surely come. എന്നാൽ ഈ 3 മാസങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ലോകത്തിൽ
ദൈവസഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സീസണാണ്. And I repeat once again that this coming season, the 3 months, August, September and October, it is a great season for the entire church. നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ. Let us pray with more vigilance. നമ്മുടെ ഫാസ്റ്റിംഗ് നമ്മൾ വീണ്ടും തുടരുകയാണ്. We are going to continue our fasting prayer. ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്നവരെ ഉത്സാഹിപ്പിക്കും, നിങ്ങളുടെ ഫാസ്റ്റിംഗ് തുടർന്നാട്ടെ. I encourage those who are here taking fasting for a single day. I encourage you to continue that. Amen. Amen. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 90 ഡേയ്സിൽ നമ്മൾ തീക്ഷ്ണമായി പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ കൃപ അവൻ തരുകയാണ്. God is giving us His grace that we may pray with more earnestness in these 90 days. നമ്മൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. We are coming closer to the rest of God. Amen. Amen. ആ സ്വസ്ഥത മരണശേഷം ഉള്ള സ്വസ്ഥതയല്ല, ഇപ്പോൾ ഉള്ള സ്വസ്ഥതയാണ്. This rest we are talking about is not the rest we experience after death, but the rest we experience now. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു, എൻറ്ററിങ്, ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. We learned in Hebrews chapter 4 about entering into the rest of God. Amen. ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. Entering into the rest of God. അത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യമാണ്. This is something which needs to happen today or in this place. ലോകത്തിൽ നമുക്ക് ഒത്തിരി കഷ്ടമുണ്ടാകാം. We might have a lot of troubles in this world. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. We might have a lot of problems. പക്ഷേ നമ്മുടെ അകത്ത് ദൈവം തരുന്ന ഒരു നിത്യമായ സ്വസ്ഥതയുണ്ടാകും. But there is an eternal rest that God gives in each of us. Amen. Amen. ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ, അത് ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കേണ്ട ആവശ്യമുണ്ട്. This is the rest of God, and we have to be more earnest to enter into His rest. Amen. Amen. ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്, പക്ഷേ അതിലേക്ക് പ്രവേശിപ്പാൻ നമുക്കൊരു ഉത്സാഹം വേണം. It is the rest of God, but to enter into it, we need to have that desire. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനം ആഴമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We have been here past many years and understanding the scripture in its depths. ആ പഠിച്ച സകല വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്ന ഒരു സീസണിൽ നാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. And we are now continuing in the season where all the scriptures we ever heard, it is coming into our practical life. Amen. Amen. നാം വിശുദ്ധിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. ആ വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുന്ന ഒരു സീസണാണ്. We have been studying about holiness, and now we are in the season where we are experiencing holiness in our life. നമ്മുടെ ഹൃദയത്തിൻ്റെ സൗഖ്യം, വിടുതൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അത് അനുഭവിക്കുന്ന ഒരു സീസണാണ് ഇപ്പോൾ. We learned about the healing of our heart, about deliverance, but now we are in the season where we experience it. ജയാളികളായി തീരുന്ന ക്രിസ്തുവിൽ പാപത്തിന്മേൽ, ജഡത്തിന്മേൽ, ലോകത്തിന്മേൽ, പിശാചിൻ്റെ മേലൊക്കെ ജയാളികളായി തീരുന്ന ഒരു വെളിപ്പാട് നമുക്കുണ്ട്. ഈ സീസൺ നാം ആ ജയാളികളായി ജീവിക്കുന്ന അനുഭവമായിരിക്കും. We have the revelation that we are victorious in Christ Jesus over sin, over the world and over the flesh. Now we are in this season where we are experiencing this victorious life. Amen. Amen. Hallelujah. Hallelujah. നാം ദൈവത്തിൻ്റെ തേജസ്, കബോദിനെ കുറിച്ച് ഒത്തിരി പഠിച്ചു. പക്ഷെ അത് അനുഭവിക്കുന്ന ഒരു സീസണിലേക്ക് നമ്മെ കർത്താവ് പ്രവേശിപ്പിക്കുകയാണ്. We learned a lot about the glory of God, about the kabod of God, but now God is giving us this season where we enter into His glory. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗം അനുഭവിക്കാമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക്, സ്വർഗം അനുഭവിക്കുന്ന ഒരു സീസണിലേക്ക് നമ്മെ ദൈവത്തിൻ്റെ ആത്മ പ്രവേശിപ്പിക്കുകയാണ്. We learned once that we can experience heaven on this earth, and now God is giving us that experience of experiencing heaven on this earth. Hallelujah. Hallelujah. അങ്ങനെ നാം പഠിച്ചതും കേട്ടതുമായ സകല വചനങ്ങളും നമ്മിൽ പ്രാവർത്തികമാകുന്ന, അനുഭവമാകുന്ന ഒരു സീസൺ നമ്മിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So now in this season God is working in our lives that all the scriptures, all His word which we have received, that it is coming into our practical life. പക്ഷെ അതിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ഉത്സാഹം വേണം. But to enter into this season we need that desire.
Amen. Amen. നമുക്ക് വലിയ ഉത്സാഹം വേണം, വലിയൊരു ശ്രമം ആവശ്യമാണ് അത് അനുഭവിക്കാനായിട്ട്. We need a great desire and a great effort to experience it. ഇതെല്ലാം ദൈവമാ ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് വലിയ ഉത്സാഹം വേണം. Even though this is the work of God, that God is the one who does everything, from our part we need a great desire. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത ഒരു മറുപടി, ഒരു വാചകമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. Today I am going to share with you that prayer of Moses which he prayed before God, and God gave an answer to Moses. ഓക്കെ, പുറപ്പാട് പുസ്തകം 33 അധ്യായം. We are in book of Exodus. Chapter 33. Exodus chapter 33. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണമേ. Please listen with great attention. ഞാനൊരു ദീർഘമായ പ്രസംഗമല്ല, ചുരുക്കമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. I'm not going on a long preaching, but just a few words. 40 ദിവസങ്ങൾ മോശ ദൈവത്തിൻ്റെ കൂടെ ആ പർവ്വതത്തിലായിരുന്നു. Moses was with God on that mountain for 40 days. ദൈവം കൽപ്പലക ഉണ്ടാക്കി അതിൽ 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. And God made tablets of stone and wrote his 10 commandments and gave to Moses. എന്നാൽ മോശ മടങ്ങി വരുന്ന താമസിച്ചപ്പോൾ പാളയത്തിൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. But when Moses delayed his return, the people of Israel made a calf and started worshipping it. തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം. And we know the tragedy that followed. ആ സംഭവത്തിന് ശേഷം ദൈവം പറയുകയാണ് 33 അധ്യായത്തിൽ, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല. Now we see in chapter 33, after all those events, that God is saying to Moses, from now on I will walk with you no more. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ വരത്തില്ല. I will not come with you anymore. ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ കൂടെ അയക്കാം. But I'll send my angel before you. ഓക്കെ, വാക്യം 3, 33 അധ്യായം 3 വാക്യം. We are in chapter 33 verse 3. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. For I will not go up in your midst, lest I consume you on the way, for you are a stiff-necked people. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നടന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിക്കും. God is saying to Moses, now if I keep walking with you, I will destroy you. കാരണം നീ ദുശാഠ്യമുള്ള ജനമാണ്. Because you are a stiff-necked people. ആമേൻ. ദൈവം പറയും, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല. So God is saying, I'll not walk with you anymore. നിങ്ങൾ ഇതിൻ്റെ ആ ചിത്രം വ്യക്തമായിട്ടൊന്ന് കാണണം. So please see this image clearly. കഴിഞ്ഞ ചില ദിവസങ്ങളായി, മാസങ്ങളായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ കൂടെ പോരുകയാണ്. The past few months, the glory of God, the presence of God is going with them. മിസ്രയീമിൽ ദൈവം വലിയ ബാധകളാൽ തൻ്റെ ശക്തി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. And at Egypt he revealed to them his power through many plagues. അത്ഭുതകരമായ ദൈവം അവരെ വിടുവിച്ചു. And in a miraculous way he delivered them. ചെങ്കടൽ പിളർന്ന് ജനത്തെ അക്കരെ എത്തിച്ചു. He brought the people across by dividing the great sea. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണിലുമായി ദൈവം അവരെ നടത്തിക്കൊണ്ടിരിക്കുക. And he was leading them through the wilderness as a cloud in the morning and as a pillar of fire in the night. ദൈവം അവരുടെ കൂടെ ഉണ്ട്. The Lord is with them. സീനായ് മലയിൽ ദൈവത്തിന്റെ മഹത്തായ തീ ഇറങ്ങി വന്നു. In the mountain of Sinai, his glory came down. മഹത്തായ the great fire. As a great fire, his glory was among them. അവന്റെ തേജസ് ഇറങ്ങി വന്നു. His glory came down. അവർ ദൈവത്തിന്റെ ശബ്ദം, audible voice കേട്ടു. And they heard the audible voice of God. Amen. Amen. അത്ര ദൈവവുമായിരിക്കുന്ന ബന്ധത്തിൽ വരികയാണ്. And so they were journeying with such relationship with God. അപ്പോൾ മോശയ്ക്ക് ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് കൽപ്പലകയിൽ ദൈവത്തിന്റെ പ്രമാണം എഴുതി കൊടുത്തു. And now God gave to Moses a tablet written with his own hands his commandments. അത്ര അടുപ്പത്തിൽ, അത്ര ആഴമായ ബന്ധത്തിൽ ദൈവം കൂടെ നടക്കുക. So God was working with these people with such close relationship. അതിന്റെ മധ്യത്തിൽ അവർ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞു. And in midst of all this, they decided to reject the living God. Amen. Amen. ദൈവം അവരുടെ കൂടെ ഉണ്ട്. The Lord is with them. അവർ കാണാം ആ മലയിൽ കർത്താവിന്റെ
തീയും സാന്നിധ്യമൊക്കെ ഉള്ളത്. They can see that on the mountain His glory, His fire is present. പക്ഷെ അടുത്ത ക്ഷണം അവരെ അകത്ത് കിടന്ന കാളക്കുട്ടി പുറത്തു പോന്നു. But in the next minute, the golden calf which was in their heart came out. കഴിഞ്ഞ കാലങ്ങളിൽ അവർ മിസ്രൈമിൽ കാളക്കുട്ടിയെ ആരാധിച്ചിട്ടുണ്ട്. They have been worshipping this calf for the many past years in Egypt. സ്വർഗത്തിൽ ദൈവത്തെ കണ്ടു, കേട്ടു, അനുഭവിച്ചു. പക്ഷേ വീണ്ടും അവർ കാളക്കുട്ടിയിലേക്ക് തിരിയുകയാണ്. They saw the Lord, they heard Him, they experienced Him, but yet they turned their hearts back to the calf. ഒന്നാമത്തെ കൽപ്പന എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനല്ലാതെ ഒരു അന്യദൈവം ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന കൽപ്പന എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ പിശാച് അവരുടെ അകത്ത് കയറി ആ കൽപ്പന ലംഘിപ്പിച്ചു. God just wrote down the first commandment, there should be no other God beside me, and do not make a carved image or an idol. But Satan entered them and made them disobey that commandment. Amen. ദൈവം പറയാ, ഇനി ഞാൻ നിന്റെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും. So now God is saying, if I walk with you, I'll consume you. Because ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Because I am an all-consuming fire. എനിക്ക് പാപത്തെ സഹിക്കാൻ കഴിയത്തില്ല. I cannot tolerate the sin. ഹല്ലേലൂയ. Amen. അതിപരിശുദ്ധനായ ദൈവത്തിന് പാപത്തെ സഹിക്കാൻ കഴിയത്തില്ല. So the most holy God cannot tolerate sin. അവിടെ ദൈവം പറയാ, ഞാൻ നിന്റെ കൂടെ ഇനി നടക്കത്തില്ല. And here we see God telling them, I will no longer walk with you. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. And when the people heard this bad news, they mourned. Amen. Amen. കേൾക്കണമേ, ദൈവം ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല. The Lord is saying, for I will not go up in your midst, പക്ഷെ ഞാൻ എൻ്റെ ദൂതനെ അയക്കാം. but I will send my angel. ഞാൻ കൂടെ വരത്തില്ല. I will not come with you. ആ ദോഷകരമായ വചനം കേട്ടപ്പോൾ അവർ ദുഃഖിച്ചു. And now when the people heard this bad news, they mourned. അപ്പം മോശ ഒരു കാര്യം ചെയ്തു. തൻ്റെ കൂടാരമെടുത്ത് പാളയത്തിൽ നിന്ന് വെളിയിൽ ദൂരെ കൊണ്ട് സ്ഥാപിച്ചു. So now Moses did one thing. He took his tent and pushed it outside, far away from the rest. അതിന് സമാഗമന കൂടാരം എന്ന് പേര് വിളിച്ചു. And called it the tabernacle of meat. അത് ദൈവത്തിൻ്റെ കൂടാരമല്ല, മോശയുടെ കൂടാരമാണ്. It is not the tent of God, but it is his tent, his own tent. ആ സമയത്ത് സമാഗമന കൂടാരം പണിതിട്ടില്ല. And at that time, the tabernacle of meat was not yet established. മോശയുടെ കൂടാരമാണ്. It is his own. It is Moses' tent. അപ്പോൾ ദൈവത്തിന് മോശയ്ക്ക് മനസ്സിലായി, ഇനി ദൈവം ഈ ജനത്തിൻ്റെ നടുവിലേക്ക് വരത്തില്ലെന്ന്. But now Moses understood one thing, that the Lord will not come down in the midst of the camp. അപ്പോൾ മോശ തൻ്റെ കൂടാരമെടുത്ത് ജനത്തിൽ നിന്നും ദൂരെ കൊണ്ട് സ്ഥാപിച്ചു. So he took his own tent and pitched it far away from the camp. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു, ദൈവം നിരന്തരമായി പാളയത്തിൻ്റെ നടുവിലുള്ള മോശയുടെ കൂടാരത്തിൽ നിരന്തരം വരുമായിരുന്നു. So one thing we can confirm is that the Lord used to visit the tent of Moses in the midst of the camp frequently. ഇപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇനി നിന്റെ നടുവ് വരത്തില്ല. But now the Lord said, I will not come in your midst. മോശ ഭയങ്കര ബുദ്ധിമാനാ. So now Moses is brilliant. പുള്ളി നേരെ പുള്ളിയുടെ കൂടാരം എല്ലാം വലിച്ചിളക്കി നേരെ കൊണ്ടുപോയി ദൂരെ കൊണ്ട് സ്ഥാപിച്ചു. So he went, took up his tent and pitched it far away from the camp. മോശ അവിടെ ചൊല്ലുമ്പോൾ ദൈവം ഇറങ്ങി വരും. And now when Moses comes there, the Lord will come down. ഹല്ലേലൂയ. Hallelujah. വന്ന് മുഖാമുഖമായി അവിടെ സംസാരിക്കും. And he talked with the Lord face to face. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അറിയാകുന്ന മോശ വളരെ പരിജ്ഞാനത്തോടു കൂടെ ഇടപെട്ടപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം, അവൻ്റെ തേജസ് മോശയുടെ ഭവനത്തിൽ ഇറങ്ങി വരികയാണ്. So when this man who knows the heart of God, he acted out wisely, so the Lord's presence continued with them. ഇനി 12-ാം വാക്യം തുടങ്ങി. Now we read from verse 12. മോശ യഹോവയോട് പറഞ്ഞതെന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളിച്ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. We are reading from verse 12.
Then Moses said to the Lord, "See, you say to me, bring up these people. But you have not let me know whom you will send with me. Yet you have said, I know you by name, and you have also found grace in my sight. Now therefore I pray, if I have found grace in your sight, show me how your way, Amen. that I may know you and that I may find grace in your sight. And consider this, that this nation is your people." ഒത്തിരി കാര്യം മോശ പറയുന്നുണ്ട്. There's a lot of things Moses is speaking here. ഒറ്റ വാക്കിൽ പറഞ്ഞ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു പ്രാർത്ഥന വേറെ എങ്ങും പുസ്തകത്തിൽ കാണത്തില്ല. To say it shortly, there's no other prayer so brilliant as this. അത്ര പരിജ്ഞാനത്തോടെ അത്ര ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി ദൈവത്തോട് കാര്യം പറയാം. So he's speaking to God with such wisdom. ആമേൻ. ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചു. You told me to take up these people and go. എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കും എന്ന് നീ പറഞ്ഞിട്ടില്ല. But you have not let me know whom you will send with me. ദൈവം പറഞ്ഞില്ലയോ? Did not God say? 33 അധ്യായം ആദ്യ ഭാഗത്ത് ഞാൻ എൻ്റെ ദൂതനെ നിന്റെ കൂടെ അയക്കുമെന്ന് ദൈവം പറഞ്ഞില്ലയോ? Did not God say to Moses that I will send my angel with you? മോശ എന്താ പിന്നെ പ്രാർത്ഥിക്കുന്നേ? Then what is Moses praying here? ആരെ അയക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. You have not let me know whom you will send with me. അർത്ഥം മീഖായലിനെ അയക്കോ ഗബ്രിയേലിനെ അയക്കോ? മോശ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുക. It means he doesn't know if it is Michael or Gabriel. He's just praying in that wisdom. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ. And he's speaking a lot of other things. ഒരു വാക്ക് പറയണേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. Here it's saying, show me your way. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. To show him his way. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. That I might know you. അടുത്ത മോശയുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട പദമാണ് ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. This is an important point in his prayer, that Lord, show me your way. അത് കനാൻ നാട്ടിലേക്കുള്ള വഴിയെക്കുറിച്ചല്ല മോശ പറഞ്ഞത്. He's not asking about the knowledge of the way to Canaan. മോശയ്ക്ക് ആ വഴിയെല്ലാം കാണാപ്പാടമാണ്. Moses knows all those routes by heart. മിസ്രൈമിൽ നിന്നും കനാനിലേക്കുള്ള വഴിയെല്ലാം മോശയ്ക്ക് അറിയാം. Moses knows the route from Egypt to Canaan. ആ കഴിഞ്ഞ 40 വർഷങ്ങളായി ആ മരുഭൂമിയിൽ നടന്ന് മോശയ്ക്ക് എല്ലാ വഴികളും കാണാപ്പാടമാണ്. He was traveling across all this wilderness, so he knows all the places. നിന്റെ വഴി എന്നെ കാണിക്കണമേ. But he's telling the Lord, show me your way. അത് കനാനിലേക്കുള്ള വഴിയല്ല. It is not the way to the land of Canaan. ദൈവത്തിന്റെ ഹിതം അറിയിക്കണമെന്ന് പറയുകയാണ്. He's praying that to reveal his will to him. നിന്റെ ഹിതം, നിന്റെ വഴി, നിന്റെ ഹിതം എന്നെ അറിയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അറിയാൻ പറ്റത്തുള്ളൂ. Only if you show me your way, or only if you reveal your will to me, then only I can know you. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. That I might know you. ഹല്ലേലൂയ. Amen. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന്. You have told me that you know me by name. ഹലോ, ഇമ്പോർട്ടന്റ് പോയിന്റ്. It's an important point. ദൈവം മോശയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. The Lord had told Moses that I know you by name. ഇംഗ്ലീഷിൽ ബൈ നെയിം ആയിരിക്കാം, പക്ഷെ പറയണ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിട്ടുണ്ട്. In English, it's the phrase is I know you by name, but it is talking about that intimate, the closeness of the relationship. കണ്ടോ, ദൈവം മോശയെ അടുത്തറിഞ്ഞു. So the Lord knew Moses very closely, very intimately. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. It is a great point. ദൈവം നമ്മെ അടുത്തറിയണം. The Lord should know us very intimately. ദൈവത്തിന് എല്ലാവരെയും അറിയാം. The Lord knows everyone. പക്ഷെ ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുക. But here it is talking about a personal relationship. ദൈവത്തിന് ഈ ലോകത്തിലുള്ള എല്ലാവരെയും അറിയാം. The Lord knows every single person in this world. ഇസ്രായേൽ സമൂഹത്തിലെ ആ 30-40 ലക്ഷം ജനങ്ങളെ ദൈവത്തിന് അറിയാം. The Lord knows all the 30 to 40 lakhs of people in that camp. അവരെല്ലാവരുമായി ദൈവത്തിന് ഇൻറ്റിമസി റിലേഷൻഷിപ്പ് ഇല്ല, അടുത്ത ബന്ധമില്ല. But the Lord does not have with most of them a intimate relationship. പക്ഷെ മോശയുമായി ദൈവത്തിന് അടുത്തൊരു ബന്ധമുണ്ട്. But with Moses, the Lord has a very
personal, intimate relationship. അതുപോലെ അതുപോലെ ഞാനും നിന്നെ ഒന്ന് അറിയട്ടെ. So Moses is praying, in that same way, let me also know you. ആമേൻ. Amen. ദൈവമേ നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. Lord, you have told me that you know me very closely, very intimately. എൻ്റെ ഹൃദയം നിനക്ക് തുറന്നിരിക്കുകയാണ്. My heart is open in your eyes. നിനക്ക് എന്നോട് ഒത്തിരി ആഴമായ ബന്ധമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. You have said you have a very personal relationship with me. അതുപോലെ എനിക്കും നീയുമായി ഒരു ബന്ധമുണ്ടാകട്ടെ. So in the same way, let me also have a relationship with you. ഞാൻ നിന്നെ അടുത്തറിയട്ടെ. Let me know you personally. അതിന് നിന്റെ വഴി എന്നെ കാണിക്കണം. For that, show me your way. നിന്റെ ഹിതം എന്നെ അറിയിക്കണം. Reveal your will to me. ദൈവത്തിന്റെ ഹിതത്തിൽ ഒരുവൻ നടക്കുമ്പോഴാണ് അവൻ ദൈവത്തെ അടുത്തറിയുന്നത്. When a person walks in the will of God is when he can know God up and close. Amen. Amen. നമ്മുടെ ഈ 40 days ഫാസ്റ്റിംഗിൽ ദൈവം തന്നൊരു ശബ്ദമാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം നാം തിരിച്ചറിയണമെന്ന്. In this fasting, the voice of God which came to us was that we should know His perfect will. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം നാം അറിയുമ്പോഴാണ് നാമും ദൈവവുമായി ഒത്തിരി അടുപ്പമുള്ള ഗാഢമായ ബന്ധമുണ്ടാകുന്നത്. And when we come to know the perfect will of God is when we can come into that intimate relationship with God. ഇനി ദൈവം അതിന് മറുപടി കൊടുക്കുകയാണ്. Now we see the answer from the Lord. 14 വാക്യം. From verse 14. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. And he said, my presence will go with you. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ഈ ജനത്തിൻ്റെ കൂടെ നടന്നാൽ ക്ഷണത്തിൽ ഞാൻ അവരെ നശിപ്പിക്കും, കാരണം അവർ ദുശ്ശാഠ്യമുള്ള ജനമാണ്. The Lord had said, I will not go up in your midst lest I consume you, for you are a stiff-necked people. പക്ഷെ മോശയുടെ ഒറ്റ പ്രാർത്ഥനയിൽ ദൈവം അവൻ ഉറപ്പ് കൊടുത്തു, ഞാൻ നിന്റെ കൂടെ വരാം. But just by this one prayer of Moses, God gives him the assurance, the surety that his presence will go with them. എൻ്റെ ദൂതനെ അല്ല അയക്കാൻ പോകുന്നത്, ഞാൻ നിന്റെ കൂടെ വരാം. It's not like I'm not going to send my angel with you, but I will come with you. ഇന്നലെ വരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണിലും ഞാൻ നിങ്ങളുടെ കൂടെ വന്നതുപോലെ ഇനിയും മുന്നോട്ട് വരാം. Just like how I have been traveling with you as a cloud in the daytime and as a pillar of fire in the night time, I'll continue walking with you. ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ ഒരുവൻ നടക്കുമ്പോൾ അവൻ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം അതിന് ഉവ്വ് എന്ന് പറഞ്ഞിരിക്കും. When a person walks in the perfect will of God, whatever he asks of God, God's answer will always be yes. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. Here the Lord says, my presence will go with you. അവിടെ ദൈവത്തിൻ്റെ മറുപടി അവസാനിച്ചില്ല. And the end of the answer is not here. ദൈവം പറയുകയാണ്, but he continues to say, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. and I will give you rest. Amen. Amen. ഇന്നത്തെ എൻ്റെ ആ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. This is my important point. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. My presence will go with you. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. and I will give you rest. ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ ധാരണ മോശയ്ക്ക് ദൈവം ഈ ഒരു സ്വസ്ഥത കൊടുത്ത് അങ്ങ് നിത്യതയിൽ കൊണ്ടുപോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണെന്ന്. With just a simple hearing, we think that God is giving Moses the promise of eternal life. അങ്ങനല്ല. But it's not what he's saying here. അടുത്ത 40 വർഷം ഈ ജനത്തെ മോശ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയി. Moses led the people of Israel in the wilderness for 40 years. അല്ലൊരു ഏകദേശം 38 വർഷം കഴിഞ്ഞിട്ടാണ് മോശ മരിക്കുന്നത്. Or as we can say, after 38 years is when he finally dies. Amen. Amen. അപ്പോൾ ഈ പറഞ്ഞ സ്വസ്ഥത എന്തല്ല, മരണമല്ല. So the rest God is talking about here is not about death. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. My presence will go with you. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. And I will give you rest. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഒരു ഭക്തന് ലഭിക്കുന്ന അനുഭവമാണ് സ്വസ്ഥത. Rest is the experience
a disciple of God receives when he comes in the presence of God. ഹല്ലേലൂയ. Hallelujah. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ അവൻ സ്വസ്ഥതയിലാണ്. If we have the presence of God with us, we will be in rest. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. This is a very important point. അടുത്ത 38-40 വർഷങ്ങൾ മോശ അഭിമുഖീകരിക്കേണ്ട ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. There's a lot of challenges Moses have to face in the coming 38 to 40 years. ഈ ജനം ദുശ്ശാഠ്യമുള്ള ജനം തന്നെയാണ്. This people is still a stiff-necked people. മുന്നോട്ടുള്ള യാത്രയിൽ അവർ അനേക തവണ ദൈവത്തെ പരീക്ഷിച്ചു. And in the following journeys, following days, they kept tempting God. ദൈവത്തിനെതിരെ പാപം ചെയ്തു. They sinned against God. ആമേൻ. Amen. കനാൻ നാടിന്റെ ആ അരികിലെത്തിയിട്ടും അവർ കടക്കാൻ പറ്റിയില്ല. And after they reached the very edge of Canaan, they could not cross over. അവർ ദൈവത്തെ അവിശ്വസിച്ചു. They disbelieved God. ഇത്ര ദുശ്ശാഠ്യമുള്ള ഒരു കൂട്ടം ജനത്തെ നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ മോശയുടെ അകത്ത് എത്ര വലിയ സ്വസ്ഥത വേണം. We can just understand how greatly Moses needs the rest of God to lead these people forward. ഇല്ലെങ്കിൽ മോശ തുടക്കത്തിൽ തന്നെ ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. Or else Moses would die of heart attack from the first days of the journey. 30, 40, 50 ഒക്കെ അംഗസംഖ്യയുള്ള ഒരു സഭയെ നടത്തുന്ന പാസ്റ്റർ 50-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരും പുള്ളിക്ക്. A pastor who leads a church under 40 to 50 members, he dies of heart attack when he's around 50 years of age. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കൾ അവരെല്ലാവരും. The people are the people of God, born again and in the faith. പക്ഷെ അവർ കൊടുക്കുന്ന സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഈ പാസ്റ്ററിന് ഹാർട്ട് അറ്റാക്ക് വരും. But the pastor is not able to bear all the pressure they give and he dies of heart attack. 30-40 ലക്ഷം ദുശ്ശാഠ്യമുള്ള കൊണപ്പെട്ടിട്ടില്ലാത്ത അനുസരണക്കേടുള്ള മത്സരികളായ ഈ ഇസ്രായേൽ ജനത്തെ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ മോശയുടെ അകത്ത് എത്ര വലിയ സ്വസ്ഥത വേണം. Moses needed a great rest in his heart to lead 30 to 40 lakhs of people who are very rebellious and disobedient. അത് ഒരു മരുഭൂമിയിൽ. And that also in a wilderness. ഈ മല വഴക്കുണ്ടാക്കും എന്നാൽ ഒന്ന് ലുലുമാളി പോയിട്ട് വരാം എന്ന് മോശയ്ക്ക് പറയാൻ പറ്റത്തില്ല. Moses cannot say when they are fighting, like, I can find some rest and peace, just go out, visit Lulu Mall. ആമേൻ. ഇവന്മാരെ വഹിച്ചുകൊണ്ട് നടക്കുക. He just have to stay put with them. ഇടയ്ക്ക് പുള്ളിയുടെ ടെമ്പർ പോയിട്ടുമുണ്ട്, കോപമൊക്കെ വന്നിട്ടുമുണ്ട്. And we also observe places where he have lost his temper. ദൈവം പറയാ ഞാൻ നിനക്ക് സ്വസ്ഥത തരും. But the Lord said, I will give you rest. ആ സ്വസ്ഥതയിലൂടെ മോശ നടന്നപ്പോൾ ദൈവം പറയാണ് ഭൂമിയിൽ മോശയെ പോലെ സൗമ്യനായി മറ്റൊരുവനുമില്ല. And when Moses walked thus in the rest that God has given him, God testified of Moses that there is no other man on the face of the earth as humble as Moses. Amen. Amen. ആ മീക്നെസ്, സൗമ്യത അവൻ്റെ അകത്ത് വന്നത്. മോശ ഭയങ്കര കോപിഷ്ഠനായിരുന്നു. ഒറ്റ അടിക്ക് ഒരാളെ കൊല്ലുവാൻ, ഒറ്റ അടി മതി, ഒറ്റ അടിക്കൊന്നു കളയും. ഭയങ്കര കോപിഷ്ഠനാണ് മോശ. പക്ഷേ ദൈവത്തിൻ്റെ സ്വസ്ഥത, ആ സാന്നിധ്യത്തിനകത്ത് നടന്നപ്പോൾ ലഭിച്ച സ്വസ്ഥത അവനെ ലോകത്തിൽ വെച്ച് ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിയാക്കി തീർത്തു. Moses is a short-tempered man. He can kill a person with just one slap. But when he started walking in the rest of God, that rest brought him the meekness. Now he is the most humble man on the earth. Hallelujah. 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 അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ ഒരുവൻ വരുമ്പോൾ അവൻ്റെ അകത്ത് ലഭിക്കുന്ന വലിയ ദൈവത്തിൻ്റെ കൃപയാണ് സ്വസ്ഥത. So when a man comes in the way of God, in the presence of God, what he receives is the rest of God. Hallelujah. 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 ദൈവം നമ്മെ വിളിച്ചതും ഈ സ്വസ്ഥതയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. And God also has called us to this same thing, to receive his rest. ആ സ്വസ്ഥതയിലേക്ക് നാം വരണമെങ്കിൽ നാം ഒന്നാമത് ദൈവത്തിൻ്റെ വഴി അറിയണം. Now if we have to enter into the rest of God, first of all we need to know the will of God. രണ്ടാമത് ദൈവത്തിൻ്റെ വഴികളെ അനുസരിക്കണം. And secondly, we need to obey the ways of God. അനുസരണത്തിലൂടെയാണ് നാം സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. We will enter the rest of God through obedience. നാം എപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനോട് അനുസരണക്കേട് കാണിക്കുമോ സ്വസ്ഥത നഷ്ടപ്പെടും.
Whenever we disobey the commandments of God, the ways of God, we will lose the rest. എപ്പോഴൊക്കെ നാം നമ്മുടെ അകത്തുള്ള ആത്മാവിനെതിരെ അനുസരണക്കേട് കാണിക്കുമോ അപ്പോൾ നമ്മുടെ അകത്ത് സ്വസ്ഥത നഷ്ടപ്പെടും. Whenever we commit disobedience against the Holy Spirit that dwells in us, we lose our rest. കേട്ടോ, നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ, അതായത് അവൻ്റെ ഹിതത്തിൽ നടക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നടക്കും. When we are walking in the ways of God, that is the will of God, God will walk with us. നമ്മുടെ സകല പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകും. And there will be answer to all our prayer. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരും. And the presence of God will come with us. അതിൻ്റെ ഫലമായി നമ്മുടെ അകത്ത് സ്വസ്ഥതയുണ്ടാകും. And as a fruit of that presence coming with us, we will have rest. മോശ പറയുകയാണ്, കർത്താവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. Moses prayed, Lord, show me your way. ദൈവം ക്രമേണ ദൈവത്തിൻ്റെ വഴിയെല്ലാം അവൻ എഴുതി കൊടുത്തു. And slowly, gradually, God wrote down all his ways for Moses. അതിൻ്റെ പേര് ദൈവത്തിൻ്റെ ന്യായപ്രമാണമെന്നാണ്. It is the law of God. ആമേൻ. ദൈവത്തിൻ്റെ വഴി ദൈവം മുഴുവനും മോശയ്ക്ക് എഴുതി കൊടുത്തു. All his ways, God wrote it for Moses. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നത് ന്യായപ്രമാണത്തിലൂടെ എഴുതി കൊടുത്തു. Through the law, God wrote or he revealed all his ways, all his will in regard to how a man should live in this world. ഇപ്പോൾ മോശയ്ക്ക് ഒരു ക്ലിയർ, വ്യക്തമായ അറിവ് ലഭിച്ചു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം. Now Moses has the clear knowledge of how to live in this world. എങ്ങനെ ജനത്തെ നയിക്കണം. And how to lead and how to guide this multitude. ഈ ജനം എങ്ങനെ ആയിരിക്കണം. And how this multitude of people should behave. ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം. How they should be in their relationship with God. തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ And ആയിരിക്കണം. how they should be in their relationships with one another. ദൈവത്തിൻ്റെ സകല ചട്ടങ്ങൾ, സകല പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വഴി മുഴുവനും ദൈവം എഴുതി കൊടുത്തു. All his ways, all his commandments and statutes he wrote down for them. ആ ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ്. It is the law of God. ആ ന്യായപ്രമാണം അകത്തുള്ളവന് ഒരിക്കലും വഴി തെറ്റത്തില്ല. A man who has the law of God in his heart, he'll never stumble in his ആ path. ദൈവത്തിൻ്റെ ഹിതമാണ്, ആ വഴിയാണ്, അതിൽ ഉള്ളവൻ ഒരിക്കലും തെറ്റിപ്പോകുന്നില്ല. It is the way of the Lord, it is the will of God. The one who walks in that will never stumble. ഇപ്പോൾ മോശയുടെ ന്യായപ്രമാണമുണ്ട്. But now Moses has the law of God. ഓരോ ദിവസവും ദൈവം അതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. And day by day God was adding, gradually adding to it. പക്ഷെ ഓരോ ദിവസവും അവർക്ക് ആ മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ട്. But they have to travel each day in that wilderness. അവർക്ക് ഓരോ ദിവസവും വെള്ളം വേണം. They need water every day. ഓരോ ദിവസവും അവർക്ക് ആഹാരം വേണം. As the day goes, they need more food. അവർക്ക് സൗഖ്യം വേണം. They need healing. ആരോഗ്യം വേണം. They need health. അങ്ങനെ ദിനംപ്രതിയുള്ള കുറെ ആവശ്യം അവർക്കുണ്ട്. So they have a lot of daily needs. അവരെ വഴി നടത്താൻ പകൽ മേഘത്തിന്റെ സ്തംഭം നിൽക്കാൻ തുടങ്ങി. And now to guide them, to lead them, the pillar of cloud by day was with them. രാത്രിയിൽ അഗ്നി തൂണ് അവർക്ക് മുന്നമേ പോകാൻ തുടങ്ങി. And the pillar of fire started going before them in the night times. ആമേൻ. Amen. അവർ നടക്കേണ്ട നിത്യമായ മാർഗം, നിത്യമായ ദൈവത്തിന്റെ വഴി ന്യായപ്രമാണത്തിലൂടെ ദൈവം മോശയുടെ കയ്യിൽ കൊടുത്തു. Through the law, God gave to Moses all the ways they need to walk for their eternal life. ആ ന്യായപ്രമാണത്തിലൂടെ അവർ ദൈവത്തെ അറിഞ്ഞു. And through the law, they came to know God. ദൈവത്തിന്റെ ആ തത്വങ്ങൾ, അവന്റെ പ്രിൻസിപ്പിൾസ് അറിഞ്ഞു. They came to know the principles of God. ദൈവത്തിന്റെ സത്യം അവർ അറിഞ്ഞു. They came to know the truth of God. എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് തിരിച്ചറിഞ്ഞു. They came to realize how to live a holy life. എന്നാൽ അനുദിനം നടക്കേണ്ട കാര്യങ്ങളുണ്ട്. But there are things that need to be done each day by day. ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ അനുദിനം നടക്കേണ്ടതായിട്ടുണ്ട്. There's a lot of things not written in the law of God which is for their daily life. പ്രത്യേകിച്ച് അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അവരെ നയിക്കേണ്ട ആവശ്യമുണ്ട്. More especially concerning their journey forward. അതിന് പകൽ മേഘസ്തംഭം അവരെ മേൽ നിൽക്കുകയാണ്. For that the pillar of cloud was with them by day. രാത്രിയിൽ വഴി കാണിക്കാൻ അഗ്നിസ്തംഭത്തിൽ ദൈവം കൂടെയുണ്ട്. And to guide the way, the pillar of fire was with them. അങ്ങനെ ന്യായപ്രമാണത്തിലൂടെയും
ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിലൂടെ ദൈവം തൻ്റെ വഴിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുക. So the Lord was guiding them in His path, in His way, through the written law and through His direct presence. ദൈവസഭയ്ക്കും ഇത് തന്നെ അനുഭവം. And this is the same experience for the Church of God today. ഇസ്രായേൽ മക്കൾക്ക് ചെറിയ ഒരു ന്യായപ്രമാണമാ അല്ലെ കുറച്ച് 613 കൽപ്പനകളും അതുമായിട്ട് ബന്ധമുള്ള കുറേ കാര്യങ്ങളുമാണ് കൊടുത്തത്. The people of Israel, God gave to them a small law consisting of about 600 commandments and rituals concerning that. ദൈവം നമുക്ക് ഈ മുഴുവൻ വേദപുസ്തകവും തൻ്റെ വഴി തിരിച്ചറിയാൻ തൻ്റെ ഹിതമറിയാൻ തന്നിരിക്കുക. But to us, God has given this entire book, His entire word, to realize His way. ദൈവത്തെ അറിയാൻ, ദൈവത്തിൻ്റെ വഴി അറിയാൻ, ദൈവത്തിൻ്റെ ഹിതമറിയാൻ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. To know God, to know His will and to know His ways, He has given us His holy book. അവൻ നമുക്കൊരു പുതിയ പ്രമാണം, പുതിയ ഉടമ്പടി തന്നിരിക്കുക. And He has also given us a new way, a new covenant. യേശു ക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ഹിതം, അവൻ്റെ വചനങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുക. He has written to us through His disciples, through His apostles, all His ways. നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, How we should live in this world. എങ്ങനെ ദൈവത്തോട് ബന്ധപ്പെടണം, How we should behave in our relationship with God. എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, How we should live in our society. എങ്ങനെ സഭയിൽ How ജീവിക്കണം, we should live in the church. എങ്ങനെ കുടുംബത്തിൽ How ജീവിക്കണം, we should live in our family. എങ്ങനെ ബന്ധങ്ങളെ How സൂക്ഷിക്കണം. we should guard our relationships. എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുക. So now we have received the entire law of God, the entire word of God in all related aspects of our life. എന്നാൽ ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. But still there are some things which are not written in this book. ഞാൻ ഇന്ന് രാവിലെ കൊല്ലത്ത് പോകണമോ പോകണ്ടായോ, ജോലിക്ക് പോകണമോ, ഏത് ജോലിക്ക് പോകണം, ആരെ വിവാഹം കഴിക്കണം, ഇതൊന്നും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. Should I go to Kollam this morning or should I not? Should I go to work or which job should I take? Whom should I marry? It is not written in this book. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വഴി കാണിക്കാൻ ദൈവം തൻ്റെ സാന്നിധ്യത്തെ, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് വെച്ചിരിക്കുക. To guide us in such matters, God has given His presence, His Holy Spirit to dwell within us. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുകയാണ്. The Holy Spirit of God is dwelling within our spirit. ദൈവത്തിൻ്റെ സാന്നിധ്യം മോശയുടെ കൂടെ ഇരുന്നത് പോലെ നമ്മുടെ അകത്തിരിക്കുകയാണ്. Just like the presence of God was walking with Moses, now He is dwelling within us. ഇസ്രായേൽ മക്കളെ വഴി നടത്തുവാൻ പകൽ അവരുടെ മേൽ മേഘസ്തംഭമുണ്ട്. To guide the people of Israel by day, there was a pillar of cloud above them. രാത്രിയിൽ വഴി കാണിക്കാൻ ദൈവത്തിൻ്റെ അഗ്നിസ്തംഭം, അഗ്നിത്തൂണ് അവരുടെ മേലുണ്ട്. And a pillar of fire was upon them to guide them by night. പക്ഷെ ഇന്ന് ആ അഗ്നിത്തൂണ്, ആ പില്ലർ ഓഫ് ഫയർ, ആ മേഘം, ആ തേജസ്സിൻ്റെ മേഘം നമ്മുടെ അകത്ത് ജീവിക്കാൻ വന്നിരിക്കുക. But today that cloud and that pillar of fire have now come to dwell within us. നമ്മുടെ ഓരോ നിമിഷവും, ഓരോ ചലനങ്ങളും, ഓരോ വാക്കുകളും, ഓരോ പ്രവൃത്തികളും, ഓരോ തീരുമാനങ്ങളും നമ്മുടെ അകത്തുള്ള ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ആത്മാവിൻ്റെ വഴിയിലാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. Now the Lord desires of us that we should guide our every minute of our life, every word we speak, every action and every decision we take according to the guidance of the Spirit who dwells within us. ദൈവത്തിൻ്റെ സകല കൽപ്പനകളും നാം അനുസരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. The Lord desires that we should obey all the written commandment of God. അവന്റെ വചനത്തിന്റെ വഴിയിൽ നാം നടക്കാൻ അവൻ ആഗ്രഹിക്കുക. He desires that we should walk in the ways of His word. ഹല്ലേലൂയ. Amen. അവൻ നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന അവന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നാം നടക്കണമെന്ന് അവൻ ആഗ്രഹിക്കുക. And He desires that we should walk according to the guidance of the Holy Spirit that dwells in us. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, And so when we thus start walking according to the Holy Spirit, നമ്മുടെ ഓരോ വഴികളിലും ആത്മാവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, when we start hearing His voice in all the ways we take, ആത്മാവിന്റെ വഴിയിൽ നടക്കുമ്പോൾ, when we start walking in His path, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ, when we begin to obey all His word, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് സ്വസ്ഥത. rest is our blessing which we receive. ആമേൻ. Amen. സ്വസ്ഥത വലിയൊരു അനുഗ്രഹമാണ്.
The rest that God gives is a great blessing. നമ്മൾ വർഷങ്ങളായി പറയുന്ന കാര്യമായത്. This is something we have been speaking for long years. നമ്മൾ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. We need to enter into the rest of God. ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കണം. We need to enter into the peace of God. ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് We need പ്രവേശിക്കണം. to enter into the joy of the Lord. ദൈവത്തിന്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കണം. We need to enter into the gladness of God. ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് We പ്രവേശിക്കണം. need to enter into the rest of God. ആ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. This is the blessing God has given us in this present അത് earth. നമുക്ക് ലഭിച്ച അനുഭവമാണ്. This is a experience we receive. അത് നമ്മൾ അനുഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. And He decides that we will experience it. തടസ്സം എന്താ? What is the hindrance? നാം ദൈവത്തിന്റെ വഴികളിലേക്ക് നടക്കാൻ തയ്യാറാകുന്നില്ല. We are not preparing ourselves to walk according to the ways of God. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടക്കാൻ We ആഗ്രഹിക്കുന്നില്ല. are not desiring to walk according to the guidance of the Holy Spirit. അതുകൊണ്ട് വചനം പറയുന്നു നാം സകല ഉത്സാഹവും കഴിക്കണമെന്ന്. That's why the word encourages us that we should be more earnest. Amen. Amen. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കണമെന്ന്. We need to be earnest to enter into that rest. നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ ഹൃദയത്തിൽ തകർച്ച ഉണ്ടാകും. If we do not have rest in our heart, we will have brokenness in our hearts. നമുക്ക് പല രോഗങ്ങളുണ്ടാകും. We will have many diseases. നമ്മുടെ അകത്ത് ഭാരവും നിരാശയും ദുഃഖവും വേദനയും നാം കൊണ്ടു നടന്നാൽ നമ്മുടെ യഥാർത്ഥ മാംസളമായ നമ്മുടെ യഥാർത്ഥ ഈ ഫിസിക്കൽ ഹാർട്ട് തകർന്നു പോകും. If we go about carrying burdens, anxiety and depression within ourselves, this heart, even our physical heart will be destroyed. Amen. Amen. നിങ്ങൾ ഭാരത്തിലും നിരാശയിലും ദുഃഖത്തിലും ടെൻഷനിലൊക്കെ ജീവിച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ ഹാർട്ട് തകർന്നു പോകും. If you live in sorrow and tensions of this life, even your physical heart will break down. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും തകർന്നു പോകും. All the different organs in your body will start to suffer. നമ്മുടെ ശരീരം സൗഖ്യമാകാൻ കർത്താവ് ആഗ്രഹിക്കുക. The Lord desires to heal our bodies. നമ്മുടെ ഹൃദയം സൗഖ്യമായെങ്കിൽ മാത്രമേ ശരീരം സൗഖ്യമാകുകയുള്ളൂ. Only if our heart receives healing, then only our body can be healed. ഹൃദയത്തിലെ ഭാരം ശരീരത്തിന് രോഗമാണ്. The burdens of the heart is disease for the body. ഹൃദയത്തിലെ ഭാരം ശരീരത്തിൽ രോഗമായി മാറ്റപ്പെടും. The burdens of the heart will become diseases of the body. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ചെറുപ്പകാലം മുതൽ കഷ്ടവും ദുഃഖവും പ്രയാസവും ഭാരവും ഭയവും ഒക്കെ അനുഭവിച്ചു വന്നവരാണ് നമ്മിൽ അനേകരും. Many of us here, we have been familiar growing up with lots of tensions, burdens, pain and sorrow. Amen. Amen. ചെറുപ്പകാലം തുടങ്ങി ഒരുപക്ഷെ അമ്മയുടെ ഗർഭം തുടങ്ങി ദുഃഖത്തിലും ഭാരത്തിലും നിരാശയിലും ഭയത്തിലും ഒക്കെ വളർന്നു വന്നവരാണ് എന്നെ കേൾക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. Most of us who hear this scripture, who hear this word, have been growing up from early childhood, even from the mother's womb. അകത്ത് സ്വസ്ഥതയില്ലായിരുന്നു. There was no rest. അകത്ത് ഭാരമായിരുന്നു. It was burden inside. അകത്ത് യുദ്ധമായിരുന്നു. It was a struggle, a battle inside. അകത്ത് നിരാശയായിരുന്നു. It was depression inside. വലിയ വേദനകളായിരുന്നു. It was great pain. അത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ വലിയ തകർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. And it has already brought great destruction in our body. പക്ഷേ ഇന്ന് ദൈവം പറയുന്നു, നീ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ഞാൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. But today the Lord is telling us that if you walk in my rest, I will renew your youth as an eagle. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ഞാൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. I will satisfy you with goodness that your youth may be renewed as an eagle. എന്താണ് ആ വായിൽ ഉള്ള നന്മ? What is the goodness that God will fill our mouths? ആ ദൈവത്തിന്റെ വചനമാണ്. That is the word of God. ആ ദൈവത്തിന്റെ വചനമാണ്. It is the word of God. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും.
Those who wait upon the Lord will renew their strength. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. They will mount up as eagles on the wings of eagles. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. They'll run without being weary and they'll walk without ആ ശക്തി വരുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. This strength we receive from the Spirit of God. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തിയെ പുതുക്കാൻ കഴിയും. When the presence of God comes within you, you will be able to renew your strength. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ അധരത്തിൽ വരുമ്പോൾ ആ പറയുന്ന വചനങ്ങളാൽ നിങ്ങളുടെ യൗവനത്തെ പുതുക്കാൻ പറ്റും. When the word of God, when you fill your mouth with the word of God, when you proclaim it, you will be able to renew your youth. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ശരീരം തകർന്നിരിക്കാം. Now we might already have a broken body. വിവിധ രോഗങ്ങൾ ഉണ്ടാകാം. Maybe we have a lot of different diseases. കാരണം ബാല്യം മുതൽ നിങ്ങളുടെ ഹൃദയം തകർന്നുകൊണ്ടാണ്. The reason being that from our childhood our heart is broken. പക്ഷെ നിങ്ങളുടെ യൗവനത്തെ പുതുക്കാൻ, ശരീരത്തെ പുതുക്കാൻ ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ആത്മാവിനും കഴിയുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ സംസാരിക്കുക. But now today I speak to you in the Holy Spirit that the word of God and his spirit is able to renew your youth and to renew your health. നമ്മുടെ അകത്തുള്ള എല്ലാ ഭാരത്തെയും അവന്റെ മേൽ കൊടുക്കാം. We can give up all the burdens in our heart to the Lord. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. The word says to cast all your burdens upon the Lord. നിന്റെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ വെച്ചുകൊള്ളുക. You can put upon him all your anxieties. Cast all your cares upon him. നിന്റെ എല്ലാ ഭാരവും എല്ലാ ചിന്താകുലങ്ങളും യേശുവിന്മേൽ വെച്ചുകൊള്ളുക. The word says to cast all your cares, all your burdens upon the Lord. അവൻ നിന്നെ സൗഖ്യമാക്കും. And he will heal you. തന്റെ വചനത്താലും തന്റെ ആത്മാവിനാലും. By his word and through his spirit he will heal you. ഹല്ലേലൂയ. Hallelujah. നാം ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിന്റെ അവസാന നിമിഷം വരെ സൗഖ്യമായി ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. The Lord desires that we will live in complete health till the very last breath. രോഗം വന്നതിൽ ദൈവത്തിന് ഒരു മഹത്വവും ലഭിക്കത്തില്ല. There is no glory that God receives through us having diseases. നിങ്ങൾ രോഗിയായതുകൊണ്ടോ രോഗിയായി മരിക്കുന്നത് കൊണ്ടോ ദൈവനാമത്തിന് മഹത്വം ലഭിക്കത്തില്ല. By you becoming a sick person or dying as a sick person, God does not receive any glory. ദൈവത്തിന്റെ ആഗ്രഹം സൗഖ്യമാക്കാൻ വേണ്ടിയാ. The Lord's desire, his heart is about our healing. നമ്മുടെ അകത്ത് അതിനു വേണ്ടി വലിയ സ്വസ്ഥത വേണം. For that we need to have a great rest in our heart. ഇന്ന് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ ഉത്സാഹിപ്പിക്കുക. Today morning the Holy Spirit of God is strengthening us, is encouraging us to walk, to enter into his നിങ്ങളുടെ rest. പ്രശ്നം എത്ര വലുതുമാകട്ടെ, Maybe your struggles are great. നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ പോരാട്ടവും നിങ്ങളുടെ ഞരക്കവും ഞെരുക്കവും ദുഃഖവും വേദനയും എത്ര വലുതാകട്ടെ, Your weakness, your struggles, your pains and burdens, let it be however great it is. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. Those who are heavy laden and burdened, let them come to me and I'll give you rest. യേശു നമുക്ക് സ്വസ്ഥത തരും. Jesus will give us rest. അത് ഒരിക്കലും അവസാനിക്കാത്ത സ്വസ്ഥതയാണ്. It is a rest that never fades, never ends. പ്രശ്നങ്ങളുടെ നടുവിൽ വിജയകരമായി ജീവിക്കുവാൻ അവൻ നമ്മുടെ അകത്ത് നിത്യ സ്വസ്ഥത തരുകയാണ്. He is giving us his eternal rest that we may live a victorious life even in the midst of struggles. അത് നമ്മുടെ അവകാശമാണ്. This is our inheritance. നമ്മുടെ അവകാശമാണ്. It is our inheritance. മോശെ ഞാൻ നിനക്ക് സ്വസ്ഥത തരും. The Lord told Moses, I will give you rest. കാരണം എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. Because my presence is with you. എൻ്റെ വഴി ഞാൻ നിന്നെ അറിയിച്ചിരിക്കുകയാണ്. I have made known to you all my ways. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഇന്ന് ആ ദൈവകൃപ പ്രാപിക്കാൻ തുടങ്ങാം. Let us arise together and receive the grace of God. സ്വസ്ഥത പ്രാപിക്കുന്നത് നാം ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ വരുമ്പോഴാണ്. We receive the rest of God when we come into the perfect will of God. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ വഴിയിൽ നടക്കുമ്പോൾ നമ്മുടെ അകത്ത് സ്വസ്ഥത വർദ്ധിക്കുക. When we start walking in his ways, in his perfect will, we will increase the rest in our heart. പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ അകത്ത് സ്വസ്ഥത വർദ്ധിക്കുകയാണ്. When we live according to the word and according to the Holy Spirit, the rest of God increases in our heart. മോശ ദൈവത്തിന്റെ ന്യായപ്രമാണം സ്വീകരിക്കുകയും
പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും നടന്നപ്പോൾ അവൻ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. When Moses walked in all the ways of God and according to the guidance of the cloud by day and the pillar of fire by night, he experienced the rest of God. ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് തന്നിരിക്കുക. Now the Lord has put his word in us. ആ അഗ്നിത്തൂണും മേഘസ്തംഭവും നമ്മുടെ അകത്തുണ്ട്. Now the pillar of fire and the cloud is within us. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. The presence of God, his presence is with us. നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. The Lord who is mighty to deliver you is with അവന്റെ you. ഷെഖൈന ഗ്ലോറി നിങ്ങളുടെ മേലുണ്ട്. His Shekinah glory is upon you. അവന്റെ കബോദ് നിങ്ങളുടെ അകത്തും നിങ്ങളുടെ മേലുമുണ്ട്. And his kabod is within you and upon you. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. And according to the level you need, it will manifest in your life. ദൃശ്യമായ രീതിയിൽ കബോദ് വെളിപ്പെട്ടിരിക്കും. In a tangible way, the Lord's glory will be manifested നിങ്ങൾക്ക് in you. തൊട്ടറിയാൻ കഴിയുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ കബോദ് വെളിപ്പെടും. In the tangible way where you can touch and experience the presence of God, his glory will be revealed in you. പിതാവും പുത്രനും വന്ന് നിങ്ങളുടെ കൂടെ താമസിക്കും. And the Father and the Son will come and dwell with you. നിങ്ങളുടെ കൂടാരത്തിൽ അവൻ നിങ്ങളുടെ കൂടെ വസിക്കും. He will dwell with you in your house. അവൻ മുഖാമുഖമായി നിങ്ങളോട് And he സംസാരിക്കും. will speak with you face to face. അവൻ മുഖാമുഖമായി He സംസാരിക്കും. will speak face to face. അവൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും. He will give you rest. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Let us pray before the presence of God with thanksgiving. നമുക്ക് ഒരുമിച്ച് ആ സ്വസ്ഥത പ്രാപിക്കാം. Let us receive the rest of God together. ദൈവത്തിന്റെ വഴികളെ പ്രാപിക്കാം. Let us receive the ways of God. അവന്റെ സമ്പൂർണ്ണ ഹിതത്തിൽ നടക്കേണ്ടതിനുള്ള കൃപ ചോദിക്കാം. Let us ask God of his grace that we may be able to walk in his ways. അവന്റെ സാന്നിധ്യം നമ്മെ വിട്ടുമാറാതെ ആ സാന്നിധ്യത്തിൽ നടക്കാൻ കൃപ ചോദിക്കാം. Let us ask the grace of God that we may walk in his presence. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Abba Father, we pray together. ഞങ്ങൾ ഒരുമിച്ച് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. We present to you all our praises and worship, Father. ഞങ്ങളോട് സംസാരിച്ച വചനത്തിൽ അതിന്റെ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടുത്തണമേ. Lord, may the word which we hear today come into our practical life. അതിപ്പോൾ വെളിപ്പെടണമേ. Let it be revealed now, Father. നിന്റെ വഴി ഞങ്ങൾക്ക് വെളിപ്പെട്ടു വരട്ടെ. Let your ways be revealed in our hearts. നിന്റെ വചനം വെളിപ്പെട്ടു വരട്ടെ. Let your word be revealed, Father. നിന്റെ ഹിതം വെളിപ്പെട്ടു വരട്ടെ. Let your will come revealed, Father. പകൽ മേഘസ്തംഭം വെളിപ്പെട്ടു വരട്ടെ. May the pillar of cloud of the day be revealed, രാത്രി Father. അഗ്നിത്തൂണ് വെളിപ്പെട്ടു വരട്ടെ. Let the pillar of fire be revealed in the night. പരിശുദ്ധ ആത്മാ ഒരു വ്യക്തിയായി ഞങ്ങളുടെ അകത്തും കൂടെ നടക്കട്ടെ. Let the Holy Spirit walk with us and live in us as a person. നിന്റെ തേജസ്സിന്റെ മേഘം ഞങ്ങളെ മൂടി നിൽക്കട്ടെ. Let the cloud of your presence cover us, Father. അത് കർത്താവിന്റെ വാഗ്ദത്തമാണല്ലോ. Is it not the promise of the Lord? ഞാൻ നിന്റെ കൂടെ പോരും, അത് അവിടുത്തെ വാഗ്ദത്തമാണല്ലോ. That you will come with us, it is your promise. കർത്താവേ, ഞങ്ങൾക്കൊരു ദൂതന്റെ സാന്നിധ്യം മാത്രമല്ല ആവശ്യം, നിന്റെ സാന്നിധ്യം ആവശ്യം. Abba Father, we just not wanting only the presence of an angel but your presence. നീ ഞങ്ങളുടെ കൂടെ പോരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. You have said that you will come with us. അതിനെ ഉറപ്പിച്ച് നിന്റെ പരിശുദ്ധ ആത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ അകത്തുണ്ട്. And confirming your promise, your Holy Spirit is now dwelling within us. പിതാവും പുത്രനും വന്ന് ഞങ്ങളുടെ കൂടെ കൂടാരം അടിച്ച് വസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. You have said, you have promised that the Father and the Son will come and dwell with us. അതിനുവേണ്ടി നോക്കി പാർക്കുന്നു. Father, we wait upon you. ഇപ്പോൾ കേട്ട വചനപ്രകാരം എല്ലാ ഹൃദയത്തിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Now we pray that according to the word we hear, that all the hearts will be filled with your rest. എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. Let all the burdens be removed. എല്ലാ ദുഃഖങ്ങളും Let മാറിപ്പോകട്ടെ. all the pain, all the sorrows be removed. എല്ലാ നിരാശ മാറിപ്പോകട്ടെ. All kinds of depression be removed. എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. All kinds of imaginations and thoughts be removed. എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. All kinds of burdens be removed. എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. Let all pains be removed. എല്ലാ ദാരിദ്ര്യം മാറിപ്പോകട്ടെ. All kinds of poverty be എല്ലാ removed. ഞെരുക്കങ്ങളും ഞരക്കങ്ങളും കഷ്ടതകളും മാറിപ്പോകട്ടെ. All the trials, all sufferings and
struggles be removed. സൗഖ്യമുണ്ടാകട്ടെ. Let there be healing. ശാരീരിക Let സൗഖ്യമുണ്ടാകട്ടെ. there be healing in the body. ആരോഗ്യമുണ്ടാകട്ടെ. Let there be health. സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. Let there be financial freedom. എല്ലാ ദാരിദ്ര്യം മാറിപ്പോകട്ടെ. Let all poverty be removed. എല്ലാ ദാരിദ്ര്യം മാറിപ്പോകട്ടെ. All poverty be എല്ലാ removed. കടങ്ങളും All മാറിപ്പോകട്ടെ. debts and loans be എല്ലാ removed. നിരാശയും മാറിപ്പോകട്ടെ. All depression be removed. എല്ലാ നിരാശയും മാറിപ്പോകട്ടെ. All forms of depression. എല്ലാ രോഗവും മാറിപ്പോകട്ടെ. All forms of diseases. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള In the നാമത്തിൽ name of Jesus നിങ്ങൾ Christ. സൗഖ്യമാകാം. I pray that you will be healed. നിങ്ങൾ സൗഖ്യമാകാം. That you be healed. നിങ്ങളുടെ ഹൃദയം സ്വസ്ഥമാകട്ടെ. Your heart be at rest. ഹൃദയം സ്വസ്ഥമാകട്ടെ. Your heart be at rest. ഹൃദയം സ്വസ്ഥമാകട്ടെ. Your heart be at ഹൃദയം rest. Let സ്വസ്ഥമാകട്ടെ. your heart be at rest. സ്വസ്ഥമാകട്ടെ. Be at rest. ദൈവത്തിന്റെ സ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. May the rest of God be with you. ദൈവിക സൗമ്യത ഉണ്ടാകട്ടെ. That you may you have the meekness of God. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. I strengthen you in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. I bless you in the mighty name of നിങ്ങൾക്ക് Jesus. ഉയർച്ചയുണ്ടാകട്ടെ. You will you will have greatness. നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകട്ടെ. May you have greatness. നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകട്ടെ. May you have greatness in your life. വർദ്ധനവുണ്ടാകട്ടെ. May you have an increase in your നിങ്ങൾ life. ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. May everything that you do prosper. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങൾ അനുഗമിക്കട്ടെ. May the goodness of God follow you all the days of your life. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരട്ടെ. May the presence of God go with you. നിങ്ങളുടെ വാഹനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോരട്ടെ. May the Lord's presence travel with you in your vehicles. നിങ്ങളുടെ ബിസിനസ്സുകളിൽ, ഓഫീസുകളിൽ ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി നിറയട്ടെ. May your businesses, your offices be filled with the Shekinah glory of God. നിങ്ങളുടെ ഭവനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി നിറയട്ടെ. May the Shekinah glory of God be filled in the midst of your house. രാത്രിയാമങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ പില്ലർ ഓഫ് ഫയർ നിറഞ്ഞിരിക്കട്ടെ. May the pillar of fire be filled upon the house in the night time. നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. May the fire of the Lord keep burning in the temple of your body. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the mighty name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the mighty name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the mighty name of Jesus ദൈവത്തിന്റെ Christ. തീ നിങ്ങൾ കത്തിത്തുടങ്ങട്ടെ. May the fire of God burn inside. യേശുവിന്റെ നാമത്തിൽ, In the mighty name of Jesus യേശുവിന്റെ Christ. നാമത്തിൽ In the mighty name of Jesus Christ. അഗ്നിത്തൂണുകൾ നിങ്ങളിൽ വെളിപ്പെട്ടു തുടങ്ങട്ടെ. May pillars of fire be revealed upon you. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. May the glory of God descend upon us. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. May the glory of God shine upon you. സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. May all the bondages be removed. സകല and മരണങ്ങളും മാറിപ്പോകട്ടെ. all deaths be removed. എല്ലാ കഷ്ടതയും മാറിപ്പോകട്ടെ. Let all troubles be എല്ലാ removed. ദാരിദ്ര്യവും മാറിപ്പോകട്ടെ. All kinds of poverty be removed. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. In the name of Jesus, I bless you. Be blessed, be blessed and be blessed. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുക. Be blessed in the name of Jesus Christ. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുക. You will receive greatness. സ്വസ്ഥത പ്രാപിക്കുക. You will receive rest. സന്തോഷം പ്രാപിക്കുക. You will receive joy. സമാധാനം പ്രാപിക്കുക. Receive the peace of God. ദൈവത്തിന്റെ വഴി നിങ്ങൾക്ക് വെളിപ്പെട്ടു വരട്ടെ. May the word of God, the ways of God be revealed in your